പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേബെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 19 and 20. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനും ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തവരായിരിക്കണം. സബ്മിറ്റ് ടു ദ ലോർഡ്. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഞാൻ പറയട്ടെ, പലപ്പോഴും ഈ ക്ഷീണമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നതാണ്, അല്ലേ? പക്ഷെങ്കിൽ അതാണോ വാസ്തവത്തിൽ? ഒന്ന് ഓർത്തു നോക്കിക്കേ. പലപ്പോഴും ക്ഷീണം വരുന്നത് നമുക്ക് അവയെ കൈകാര്യം ചെയ്യാൻ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ അറ്റംപ്റ്റ്സൊക്കെ തോറ്റു പോകുന്നതുകൊണ്ടാണ്, നമ്മുടെ പരിശ്രമങ്ങളൊക്കെ തോറ്റു പോകുന്നത് കൊണ്ടാണ്. അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കിയാൽ പലപ്പോഴും ഒരു റെസ്റ്റഡ് ഫീലിംഗ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അപ്പം പേഴ്സണൽ സ്ട്രഗിൾസ് ഉണ്ട്, ഫാമിലി സ്ട്രഗിൾസ് ഉണ്ട്. നമ്മളെല്ലാം പല വിധത്തിലുള്ള ഹാർഡ്ഷിപ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. പക്ഷേ ചിലരുടെ ദുഷ്പ്രവൃത്തി നിമിത്തവും നമുക്ക് ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മളെപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദേഷ്യത്തിലായിരിക്കും, അല്ലേ? എന്നാൽ യേശു കർത്താവിൻ്റെ ആ മുഖമെടുത്തുകൊണ്ട് നാം യേശു കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നമ്മൾ പലപ്പോഴും യേശു കർത്താവിൻ്റെ ഹിതത്തിനും വഴിക്കും നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്ത് സമാധാനത്തോടെ സ്വൈര്യതയുണ്ടാക്കി ജീവിപ്പാൻ ശ്രമിക്കുന്നവരായിരിക്കും, തീർച്ചയായിട്ടും, അല്ലേ? പ്രൈസ് ഗോഡ്. ആരൊക്കെ എന്തൊക്കെ ഫ്രസ്ട്രേഷൻസ് കൊണ്ടുവന്നാലും ക്ഷീണങ്ങൾ കൊണ്ടുവന്നാലും അത് നമുക്ക് ദോഷം ചെയ്യത്തക്ക പോലെ അപ്പോൾ ആയിത്തീരത്തില്ല. അതുകൊണ്ട് പല സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ക്ഷീണം ഓവർകം ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. ചിലപ്പോൾ ശത്രു നമ്മുടെ മേൽ ജയം ഘോഷിക്കത്തക്കവണ്ണം പലതും ചെയ്യുമെന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ നാം അതിന് ശത്രുവിനെ അനുവദിക്കാതിരിക്കുവാൻ നാം പരിശ്രമിച്ചേ പറ്റുകയുള്ളൂ. വചനം നമ്മളോട് എന്തു പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് അനുസരിച്ചേ പറ്റത്തുള്ളൂ. സങ്കീർത്തനം 37 നമ്മെ വളരെ വ്യക്തമായി ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. 37-ന്റെ 8-ാം വാക്യം തന്നെ നമുക്കെല്ലാം അനുസരിക്കാൻ പറ്റിയൊരു വാക്യമാണ്, അനുസരിക്കേണ്ട വാക്യമാണ്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞ് പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. മുഷിഞ്ഞു പോയാൽ നമ്മളെന്ത് ചെയ്യും? ദോഷമേ അതിൻ്റെ പുറകെ സംഭവിക്കത്തുള്ളൂ. അപ്പം കോപവും ക്രോധവുമൊക്കെ നാം വെച്ചുകൊണ്ടിരുന്നാൽ, അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം വന്ന് ഭവിക്കും. പ്രൈസ് ഗോഡ്. ദാവീദ് രാജാവ് പല ആക്ഷൻസ് എല്ലാം ശത്രുവിൻ്റെ മനസ്സിലാക്കി താൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യം താൻ എഴുതി വച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വച്ചിരിക്കുക. ആ കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം, ഡു നോട്ട് ബി അജിറ്റേറ്റഡ് ബൈ ഈവിൾ ഡൂവേഴ്സ്. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നമ്മൾ മുഷിഞ്ഞു പോകരുത്. പിന്നെ പറയുന്നു, ഡു നോട്ട് എൻവി ദോസ് ഹു ഡു റോങ്. നീതികേട് ചെയ്യുന്നവരോടൊന്നും നാം അസൂയപ്പെടാൻ പോകരുത്. നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. നാലാമത്, നമ്മൾ നന്മ മാത്രം ചെയ്യണം. നമ്മൾ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. അടുത്തത്, യഹോവയിൽ തന്നെ നാം സന്തോഷിക്കണം. അടുത്തത്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിച്ചിട്ട് നാം അവനിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ടിരിക്കണം.
അടുത്തത്, യഹോവയുടെ മുമ്പാകെ നാം പ്രത്യാശയോടെ ഇരിക്കണം. നമ്മൾ മിണ്ടാതെ ഇരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവമുമ്പാകെ ബി സൈലൻറ്റ് ബിഫോർ ദ ലോർഡ്. അതിനുശേഷം അവനായി പ്രത്യാശിക്കണം. വെയിറ്റ് എക്സ്പെക്റ്റൻ്റ്ലി ഫോർ ഹിം. നമ്മൾ നോക്കുമ്പോൾ ദുഷ്ടന്മാരൊക്കെ പച്ച വെച്ച് പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവൻ്റെ ഇടം സൂക്ഷിച്ച് നോക്കിയാൽ അവനെ കാണത്തില്ല. അതുകൊണ്ട് ഡു നോട്ട് ബി അജിറ്റേറ്റഡ് ബൈ വൺ ഹൂ പ്രോസ്പേഴ്സ് ഇൻ ഹിസ് വേ. റിഫ്രെയിൻ ഫ്രം ആങ്കർ. കോപത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുക. ഗീവ് അപ്പ് യുവർ റേജ്. ക്രോധത്തെ ദൈവപൈതലേ നീ വിട്ടുകള. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പരിശുദ്ധാത്മാവ് തരിക? എന്നിട്ട് ഏറ്റവും വലിയൊരു ഇൻസ്ട്രക്ഷൻ എന്തുവാ? നോട്ട് ടു ബി അജിറ്റേറ്റഡ് ഓർ ടേക്ക് ആക്ഷൻ എഗൻസ്റ്റ് ഈവിൾ ഡൂവേഴ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അത് നമ്മുടെ ജോലിയല്ല. ഈവിൾ ഡൂവേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ നേരെ ദോഷം നിരൂപിക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ നാം അത് കണ്ട് മുഷിച്ചു പോവോ, അവരുടെ നേരെ പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങുവോ പോകരുത്. കാരണം അത് ദൈവത്തിൻ്റെ ജോലിയാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. 37-ാം സങ്കീർത്തനത്തിൻ്റെ ബാക്കി ഭാഗം നാം നോക്കുമ്പോൾ കാണുന്നത്, ദൈവം തീർച്ചയായും നീതിമാനെ അനുഗ്രഹിക്കും. ദൈവം തീർച്ചയായും നീതിമാന് അവൻ്റെ വഴി കാണിച്ചു കൊടുത്ത് അവനെ സംരക്ഷിക്കും. എന്നാൽ ദുഷ്ടന്മാരെ നോക്കി കർത്താവ് ചിരിക്കും. അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. കാരണം ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുകയും നീതിമാൻ്റെ നേരെ പല്ല് കടിക്കുകയും ചെയ്യുമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈവിൾ ഡൂവേഴ്സിന് റീപേ ചെയ്യാനായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ജോലിയെങ്കിൽ നമ്മുടെ ജോലി എന്താണെന്ന് ഞാൻ പറയട്ടെ. അവൻ്റെ അനുകാരികൾ, അവനെ അനുഗമിക്കുന്നവർ എന്ന നിലയിൽ മനസ്സോടെ അവന് കീഴ്പ്പെട്ടിരിക്കണം. നിനക്കതിനകത്ത് ഒരു സെൻസും തോന്നുന്നില്ലെങ്കിൽ പോലും ദൈവ പൈതലേ, നീ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് മിണ്ടാതെ ഇരിക്കണം. അതായത് നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവവും നാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നാം ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കണം. പ്രതികാരം ചെയ്യാൻ വരുമ്പോൾ നാം പ്രതികാരം ചെയ്യാതെ നമ്മുടെ ശത്രുക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം. എല്ലാം പാക്കപ്പ് ചെയ്തിന് ഇവിടെ നിന്ന് അങ്ങ് മാറിയേക്കാം, ഒഴിഞ്ഞേക്കാം, ലീവ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇല്ല കുഞ്ഞെ, നീ ആ സാഹചര്യത്തിൽ തന്നെ നിലനിൽക്കണം. പ്രൈസ് ഗോഡ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അത് മോശമായ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടി വരുമ്പോൾ വിട്ടുകള. എന്നിട്ട് യഹോവയിൽ രസിപ്പാൻ തക്കവണ്ണം കുഞ്ഞെ നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഗിവപ്പ് ചെയ്ത് ക്വിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നീ ദൈവ വഴിയിൽ കമ്മിറ്റഡായിട്ട് നിലനിന്ന് പോകണം കുഞ്ഞെ. പ്രൈസ് ഗോഡ്. നമ്മുടെ പരീക്ഷാ കാലഘട്ടങ്ങളിലൊക്കെ നാം ദൈവത്തിന് കീഴ്പ്പെട്ട് നിന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ പ്രൊവിഷൻസിൻ്റെയും സമാധാനത്തിൻ്റെയും ബെനിഫിറ്റ്സിനെ നമുക്ക് കൊയ്തെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുവാനാണ് നമ്മുടെ പ്ലാനെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം പ്ലയബിളായിട്ട് തീരും. ദൈവവുമായിട്ട് അലൈൻ ചെയ്ത് പോകുവാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി, പ്രതീക്ഷയോടുകൂടി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിൽപ്പാനും ഓരോ ദിവസവും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. അപ്പോൾ വളരെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ്റെ രക്ഷ കാണുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കുക. ശത്രുവിൻ്റെ മേൽ വരുന്ന എല്ലാ വിധികളും ദൈവം തന്നെ നടപ്പാക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവ പൈതലേ, യഹോവയിൽ സന്തോഷിച്ച് അവനിൽ ട്രസ്റ്റ് ചെയ്ത് വഴികളെല്ലാം അവൻ്റെ പാദപീഠം സമർപ്പിച്ച് മുന്നോട്ട് ചെയ്യുവാൻ തക്കണം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു റിയാലിറ്റിയെയും
കർത്താവെ ഫേസ് ചെയ്യുമ്പോൾ നിന്നെ മറന്നു പോകാനിടയാകാതെ നിൻ്റെ ഹിതത്തിന് ഞങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ മാത്രം ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. ഞങ്ങളുടെ തോട്ട് പാറ്റേണിനെ കർത്താവെ നീ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യണമേ. പലപ്പോഴും ഞങ്ങളുടെ നാച്ചുറൽ ടെൻഡൻസിയിൽ കർത്താവെ ഞങ്ങൾ കോപിച്ചും ക്രോധം പുറത്ത് കാണിച്ചുമൊക്കെ പോന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിന്നെ സ്തുതിച്ചുകൊണ്ട് നീ അയക്കുന്ന വിടുതൽ പ്രാപിപ്പാൻ്റെ കൊണ്ടും ഒരുങ്ങി നിൽപ്പാൻ്റെ കൊണ്ടും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.